നമസ്കാരം. വേൾഡ് വൈഡ് ഷോ മെന്റലിസത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് കയ്യടിയാണ്. കയ്യടിക്കോ? ഓക്കെ. ഒരു മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ മറ്റൊരു മനുഷ്യൻ ആഗ്രഹം തുടങ്ങുന്നിടത്ത് മെന്റലിസത്തിന്റെ പ്രസക്തി കൂടും. യെസ്, അപ്പൊ മെന്റലിസം തുടങ്ങാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് മെന്റൽ സാബു. സാബു മാനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം മനസ്സുകൊണ്ട് മത്സരിക്കാൻ ആരാണ് വരുന്നത്? ആർക്കാണ് അതിന് ധൈര്യം? മനസ്സിലൊന്നുമില്ലാതെ, മനസ്സ് ശുദ്ധമായി, മനസ്സിലുള്ളത് മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത്. 3 പേര് മുഖം തിരിച്ചു. കുഴപ്പമില്ല, നോക്കിക്കോ, ഒരു പ്രശ്നമില്ല, ആരുമില്ല. എന്നാ ഞാൻ ഒരാളെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ അറേഞ്ച് ചെയ്ത ആളാണോ എന്ന്. അല്ല, എന്റെ ഈ സ്വർണ്ണ മോതിരം ഞാൻ ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് എറിയുന്നു. അത് കിട്ടുന്ന ആളിന് ഈ വേദിയിലേക്ക് കടന്നു വരാം. ആ കിട്ടുന്ന ആളായിരിക്കും ഇന്ന് എന്നോടൊപ്പം മത്സരിക്കുന്നത്. കിട്ടിയോ? കിട്ടി സാർ. കിട്ടിയെങ്കിൽ കേറിപ്പോരെ. ഓടുന്നു സാർ. ഓടിക്കേറ്. ചാടിക്കേറി സാർ. സ്റ്റേജിലേക്ക് ചാടിക്കേറ്. സ്റ്റേജിലല്ല സാർ, ബാക്കിലുള്ള മതിൽ വഴി ചാടിക്കേറി പോയി. അല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അവനെ ഞാൻ പഠിക്കിട്ട് പിടിച്ചോളാം. എന്നാലും ഇന്ന് എന്നോടൊപ്പം മത്സരിക്കാൻ തയ്യാറായി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യെസ്, ഇറ്റ്സ് എ ഫീമെയിൽ വോയിസ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. Come on, നല്ലൊരു കൈയടി കൊടുക്കാം. നമസ്കാരം. മെന്റൽ സാബു മെന്റലിസത്തിലേക്ക് സ്വാഗതം. അയ്യോ, എനിക്കറിയാം, ഞാൻ ഭയങ്കര ഫാനാ. ഒരുപാട് ഷോ കണ്ടിട്ടുണ്ട്. ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. ഭർത്താവ് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ കുത്തിയിരിക്കുകയാണല്ലേ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? കയ്യിലെ സോഫ്റ്റ്നെസ് കണ്ടപ്പോ മനസ്സിലായി. ഓക്കെ, ഇതാണ് മെന്റലിസം. എന്താണ് കുട്ടിയുടെ പേര്? ഇന്ദുലേഖ. ഭർത്താവിന്റെ പേരെന്താണ്? ഭർത്താവിന്റെ പേര് ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ അല്ല, വെറും ചന്തുമേനോൻ. ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ അല്ലേ? അപ്പൊ നമുക്ക് ആ ചന്തുമേനോനെ കൂടെ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്താലോ? അതെ, ചെറിയൊരു പ്രശ്നം. എന്താണ്? ചേട്ടൻ ഈ ആൾക്കൂട്ടത്തിൽ അങ്ങനെ വരാൻ വലിയ താല്പര്യമുള്ള ആളല്ല. അതെന്താ അങ്ങനെ? ചേട്ടൻ ഭയങ്കര ഓവറാ, എല്ലാ കാര്യത്തിലും ഭയങ്കര ഓവറാ. അങ്ങനെയാണോ? ആ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു കുളി കുളിച്ചാൽ, എങ്ങനെ? അല്ല, ഞാൻ ഒരു കുളി കുളിച്ചാൽ എന്റെ ഭർത്താവ് 5 കുളി കുളിക്കും. ഓക്കെ. ഞാൻ ഒരു നേരം ഭക്ഷണം കഴിച്ചാ പുള്ളി 10 നേരം ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഒരു കഥ നമ്മളും കേട്ടിട്ടുണ്ടല്ലേ? ഒരു തൊപ്പി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ 5 തൊപ്പി ഇങ്ങോട്ട് എറിഞ്ഞു തരുന്ന ഒരു കുരങ്ങന്റെ കഥ അല്ലേ? അപ്പൊ ആ കുരങ്ങനെ നമുക്കൊന്ന് വേദിയിലേക്ക് വിളിച്ചാലോ? സോറി, നിങ്ങളുടെ ഭർത്താവിനെ വേദിയിലേക്ക് വിളിച്ചാലോ? സ്വാഗതം. നല്ലൊരു കൈയ്യടി കൊടുക്കൂ. ചന്തുമേനോനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇയാളെന്തോടെ കൈകൊണ്ടാണ് നടക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ കുറച്ച് ഓവറാന്ന്. ചേട്ടൻ എങ്ങനാ? ചേട്ടൻ എപ്പോഴും അങ്ങനാ. അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ, ചന്തുമേനോൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ചന്തുമേനോൻ, വെൽക്കം ടു മെന്റലിസം ഷോ. സാബു മാനിയ, മെന്റൽ സാബു. ഓക്കെ, ഇരുന്നോളൂ. ഓക്കെ. പട്ടിയുടെ ജന്മോടാ കറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ ഇങ്ങനാ, ചേട്ടൻ എപ്പോഴും ഇങ്ങനാ. ഓക്കെ ചന്തുമേനോൻ, അപ്പൊ നമ്മൾ എന്തായാലും മത്സരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. വൃത്തിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കണ്ടന്റ് ആണ്. അപ്പോ വൃത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്നെ തന്നെ എടുക്കാം. എന്റെ വൃത്തി ഞാൻ ഉദാഹരണമായിട്ട് പറയാം. പറയോളൂ. എന്റെ വീട്ടിൽ ഞാൻ പക്ഷി മൃഗാദികളെ വളർത്താറില്ല. എനിക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കോഴിയെ നമ്മൾ രാവിലെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ കോഴി നേരെ ഓടി മുറ്റത്ത് വന്നിട്ട് തൂവല് മൊത്തം കൊഴിച്ചിട്ട് അത് തൂത്തുവാരാൻ പറ്റത്തില്ല. ശരിയാണ്. അതുകൊണ്ട് ഞാൻ പക്ഷി മൃഗാദികളെ വളർത്താറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വീട് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം വൃത്തിയാവണം. അത് കറക്റ്റ്. എന്നെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ കൃത്യസമയം മുടിവെട്ടും, കൃത്യസമയം നഖം വെട്ടും. നല്ല കാര്യം. നമ്മുടെ പുറം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളു വൃത്തിയാക്കണം. ഉള്ളു വൃത്തിയാക്കണം. അതൊരു നല്ല ചിന്തയാണ് പുള്ളി മാറിയിരിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടിപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു തരാം. എന്നെ തന്നെ എടുക്കാം. ഉദാഹരണമായിട്ട് വൈകുന്നേരം 7 മണിയാകുമ്പോ ഞാൻ കുളിക്കും. കുളിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിനുള്ളിലോട്ട് ഞാൻ 1 ഗ്ലാസ് സ്പിരിറ്റ് കടത്തിവിടും. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. പിന്നെ 8 മണി വരെ സ്പിരിറ്റ് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. ഇത് ഏകദേശം ഒരു 12:30 വരെ തുടരും. ഒരു 2.5 ലിറ്റർ സ്പിരിറ്റ്
ഈ സ്പിരിറ്റ് മാത്രമേ കടത്തി വിടക്കുള്ള? നോ, കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വെള്ളം കൂടെ നമ്മൾ കടത്തി വിടണം. ആ സോഡ. ഓക്കെ. ഇതിങ്ങനെ കടത്തി വിടുമ്പോൾ ശരീരത്തിനുള്ളിലെ അണുക്കളെല്ലാം ചാവും. ചത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വെളിയിലോട്ട് ഇങ്ങനെ പുറം തള്ളും. പിന്നെ ഞാൻ അവിടെ കിടന്നൊരു 8 മണിക്കൂർ അങ്ങ് ഉറങ്ങും. അടിച്ച് വാളന്ത് വെച്ച് കിടന്ന് ഉറങ്ങണേനാണ് ഇത്രയും ഡെക്കറേഷൻ. അങ്ങനെ പറയരുത്. 8 മണിക്കൂർ ഉറങ്ങുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു ഒരു ഉപദേശമാണെന്ന് വേണേ കരുതിക്കോളൂ. ഇങ്ങനെ സ്പിരിറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കരളും കൂമ്പും എല്ലാം കൂടെ കരിഞ്ഞോണ്ട് പോകും. ഒന്നുമില്ല. ഇവിടെ തർക്കിക്കരുത്. കരളും കൂമ്പും കരിയും. ഞാൻ അതല്ലേ പറഞ്ഞത്. ഇതിനകത്തൊന്നുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ ചേട്ടൻ. പക്ഷെ വേറൊരു കാര്യണ്ട്, ചേട്ടൻ പുക വലിക്കൂല. സിഗരറ്റ് വലിക്കില്ല. സിഗരറ്റ് വലിക്കരുത്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. സിഗരറ്റ് വലിക്കത്തില്ല. ആരോഗ്യത്തിന് ഹാനികരമാണ് സിഗരറ്റ് വലി. ഓക്കെ കേട്ടോ മക്കളെ, സിഗരറ്റ് വലിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ വലിക്കില്ല. അകം മൊത്തം സ്പിരിറ്റ് ആണ്, നിന്ന് കത്തും. ഒരു ദിവസം ഞാൻ സിഗരറ്റ് വലിച്ച് പുക വിട്ടതും വാക്കത്തുനിന്ന് തീ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 ദിവസം തീ തുപ്പി. ആൾക്കാരെന്നെ ഡ്രാഗൺ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ വന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ സന്തോഷമുണ്ട്. ചേട്ടൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ ചേട്ടൻ, എപ്പോഴും. ഓക്കെ, അപ്പൊ നമുക്ക് മെന്റലിസത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോബി, എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. നൈറ്റ് ക്ലബിലൊക്കെ പോയി പാട്ട് പാടല്ലോ ചേട്ടൻ. ചേട്ടൻ പാട്ട് പാടി എല്ലാരും കിടന്ന് ഉറങ്ങും. സത്യം. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പുള്ളി പാടാൻ പോവുകയാണ്. ഒരു നല്ലൊരു പാട്ട് എന്ന് പാടിത്തരണം. ഓക്കെ, അപ്പൊ തുടങ്ങാലോ. അപ്പൊ ഞാൻ റെഡി എന്ന് പറയുമ്പോ പാടിക്കൊള്ളും. എല്ലാരും ഉറങ്ങാൻ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പാട്ട് തുടങ്ങാം. ഓക്കെ, റെഡി. അയ്യോ, ചേട്ടൻ ഉറങ്ങിയോ? അയ്യോ, അത് എന്റെ കുഴപ്പമാണ് കേട്ടോ. ഞങ്ങൾ ഈ മെന്റലിസ്റ്റിക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ആരെങ്കിലും മുഖത്ത് നോക്കിതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർ ഉറങ്ങിപ്പോകും. അത് നമ്മുടെ ഒരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും മുഖത്ത് നോക്കി ഇങ്ങനെ ആക്കാറില്ല. ആണ്ടര രണ്ടും ഉറങ്ങിയ എന്നാ ഞാനും അന്തര ഞാൻ ഉറങ്ങാത്ത. പാട്ട് തുടങ്ങിക്കോ. റെഡി, 1 2 3 4. എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്, പല്ലവനും ഇടിച്ചു കയറ്റിക്കാണ്, അതാണ് നീര്. എന്ത് കിഴങ്ങാണ്, പലം കിഴക്കട, എന്തിലും നീയാണ്. കൺമണി പൂവേ, കണ്ണാടി പൂവേ, മുറ്റമിതാകെ തോത്തു തുടച്ചാട്ടെ. തൂത്ത് തുടച്ചിരുന്നില്ല. ഇന്ന് തൂത്ത് തുടച്ചിരുന്നില്ലേ? ചേട്ടൻ അങ്ങനാ, ചേട്ടൻ എപ്പോഴും അങ്ങനാ. ഇത് കീ കൊടുത്ത് വിട്ടിരിക്കണേണോ? ഇങ്ങനെ ഉള്ള തന്നെയാണല്ലേ? അല്ല, ഞാനൊരു കാര്യം പറയാം. വേറെ ട്രാക്കുണ്ട്. അയ്യോ, പാട്ട് വേണ്ട. ആ ഡയറി അടച്ചോ. അടച്ചു. അതെ, മെന്റൽ സാബുവിന്റെ സാബു മാനിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന 2 പേരെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ആരാണ്? പേര് പറയൂ. ഞാൻ മറന്നു, അതാണ് ഞാൻ ചോദിച്ചത്. പേര് പറയൂ. സാബു എന്റെ പേര്. നിന്റെ പേര് പറ. ചന്തുമേനോൻ. ഇവിടെ പറയൂ. ഇന്ദുലേഖയ്ക്കും ചന്തുമേനോനും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ ആദ്യ പടിയായിട്ട് ഞാൻ മേഡത്തിനോട് ഒരു ചോദ്യം ചോദിക്കും, സാറിനോടും ചോദിക്കും. ആദ്യം സാറിനോട്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയൂ. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര്. ഒരു വ്യക്തി. ഇന്ദുലേഖ. സത്യം, ഇങ്ങനെ ഇതാണ് ഭർത്താവിന്റെ സ്നേഹം. അപ്പൊ ഞാൻ മേഡത്തിനോട് ചോദിക്കുന്നു, മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയൂ. മമ്മൂട്ടി. മമ്മൂട്ടിയില്ലേ? അതെന്താണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം? അദ്ദേഹത്തിന്റെ ശബ്ദം, ആ സൗന്ദര്യം, ആ വ്യക്തിത്വം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അതെല്ലാം ഇഷ്ടപ്പെട്ടു പോകും. പക്ഷെ അവൾ കല്യാണം കഴിച്ചത് തന്നെയാണ്. അപ്പോ ഞാൻ അയാളെക്കാളും മുകളിലല്ലേ? ശരിയാണ്, മമ്മൂട്ടിയെക്കാളും മേളിലാണ് ചന്തുമേനോൻ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇന്ദുലേഖ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? എനിക്ക് ഒരുപാട് ഇഷ്ടം കാണാൻ. അവിടെയാണ് ഈ മെന്റൽ സാബുവിന്റെ ട്വിസ്റ്റ്. ഇന്ദുലേഖ മമ്മൂട്ടിയെ കാണാൻ പോകുന്നു. ശരിക്കും? ഇരിക്കൂ. എല്ലാരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ദുലേഖ ഇതുവരെയും മമ്മൂട്ടിയെ കണ്ടിട്ടില്ല. മമ്മൂട്ടിയെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചോളൂ. കണ്ണുകൾ അടയ്ക്കൂ. ശ്വാസം മെല്ലെ.
വിടുന്നു. ശ്വാസം വലിച്ചോളൂ. ഇന്ദുലേഖ ഇപ്പൊ ഒരു കാറിലാണ്. കാർ ഇങ്ങനെ MC റോഡിലൂടെ പൊക്കുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ പനമ്പള്ളി നഗറിലേക്ക് തിരിയുന്നു. അതാ ഒരു വലിയ ഗേറ്റ് മുന്നിൽ. ആ ഗേറ്റ് മെല്ലെ തുറക്കും. ഇന്ദുലേഖ കാറിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുന്നു. അതാ ഫ്രണ്ടിൽ 2 ചെരുപ്പ് കാണാൻ പറ്റുന്നു. പെട്ടെന്ന് ആ മുഖം നേരെ മേളിലേക്ക് നോക്കുന്നു. അതാ നിൽക്കുന്നു മമ്മൂട്ടി. കനകനിലാവേ കരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ കളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമൺ വീണയിൽ സ്വരമേളങ്ങളിൽ മമ്മൂട്ടിയിൽ ഒരു 5 ഡയലോഗ് വെച്ച് കാച്ച്. മേലെ എടുത്ത് രാമക്കുട്ടി ചെറ്റയാ. ഇത്രയും നല്ല അവസരം ഉണ്ടാക്കിയിട്ട് ചെറ്റ വർത്താനം പറയണം. ഞാൻ ഉണർത്താൻ പോവേണേ. ഇതിങ്ങനെ പോട്ടെ, ഒരാഴ്ച ഇങ്ങനെ പോട്ടെ. കൊള്ളാം. അതെ, എത്ര നല്ല സാധനമായാലും സമയം കഴിഞ്ഞാൽ ചീയും. ആണോ? ഉറപ്പാണ്. പിന്നെ മാറ്റി ഉണർത്തിട്ടാ ഉണർന്നിരിക്കുന്നു. അയ്യോ അയ്യോ ചന്ദ്രചേട്ടാ, ഞാൻ കണ്ടു. കണ്ടോ? മമ്മൂട്ടിയെ കണ്ടു. ആര് കണ്ടു? ഞാനേ കണ്ടുള്ളൂ. ആര് കണ്ടു? ഞാൻ കണ്ടു ചന്ദ്രചേട്ടാ. എങ്ങനെയുണ്ട്? മമ്മൂട്ടിയെ കണ്ടില്ലേ? ഇനി ആർക്കെങ്കിലും പോകല്ല, കുഞ്ചാക്കോ ബോബൻ അങ്ങനെ ആരെങ്കിലും കാണണമെങ്കിൽ പറയണം. ഞാനിവിടെ ഫ്രീ ആണ്. കാണണ്ടല്ലോ അല്ലേ? യുദ്ധഭൂമിയിലെ പുതിയ പടക്കി കാണോ? വേണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത മെന്റൽ സിസ്റ്റത്തിന്റെ വേറൊരു വഴിയിലേക്ക് തിരിയാം. അതായത് എന്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. അതായത് ചന്തുമേനോൻ, നിങ്ങൾ ഇന്ദുലേഖയായി മാറാൻ പോകുന്നു. എന്റെ ഭാര്യ. യെസ്, ഇന്ദുലേഖ നീ ചന്തുമേനോനായി മാറാൻ പോകുന്നു. യെസ്, മെന്റലിസത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് പിടിച്ചൊരു എലമെന്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? നല്ലൊരു കയ്യടി, നല്ലൊരു പ്രാർത്ഥന. കയ്യടിയിലുപരി ഒരു പ്രാർത്ഥന കിട്ടണം. കണ്ണടച്ചോളൂ, കണ്ണടച്ച് നിൽക്കൂ. കണ്ണട തുറക്കരുത്, തുറക്കരുത്. ഓക്കെ ആണോ? ഇന്ദുലേഖ, ചന്തുമേനോൻ, ഇന്ദുലേഖ, ചന്തുമേനോൻ, ഇന്ദുലേഖ, ചന്തുമേനോൻ. ഓക്കെ, അവര് മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരും കണ്ട് അവരെ ഞാൻ ഉണർത്താൻ പോവുകയാണ്. എന്താവും ഏതാവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഉണർത്താൻ പോവുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കനകനിലാവേ തുയിലുണരൂ കരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ കളിരാമ്പൽ കൂടം. ഇന്ദുലേഖേ, ആരെ കാണിക്കാനാടി നീ മുണ്ട് പൊക്കി കൊടുത്തിരിക്കുന്നേ? അഴിച്ചിരടി മുണ്ട്, അഴിച്ചിരടി മുണ്ട്. ഉണ്ടോ? അഴിക്കണോ? അഴിക്കടി മുണ്ട്. അഴിക്കാം. അഴിച്ച് കയറ്റി കൊടുത്തു. പറ, എന്റെ ചേട്ടൻ അങ്ങനെ. എന്റെ ചേട്ടൻ എപ്പോഴും അങ്ങനെ. ഹലോ, സുഖങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരു സിനിമയ്ക്ക് പോയി വന്നാലോ? ചേട്ടാ, ഇപ്പൊ ചേട്ടൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയുള്ള പരിപാടി? വീട്ടിലില്ലാത്ത സമയത്ത് പെണ്ണുങ്ങളോട് കമന്റ് ഇടി ഉണ്ട് അല്ലേ?
എന്നാ എനിക്കൊണ്ടൊരു ചേട്ടൻ, എന്റെ നോബി ചേട്ടൻ. എന്റെ അടുത്ത കളി, എന്റെ അടുത്തല്ലേ കളി. നിങ്ങളപ്പോ വെളിയിറങ്ങി, ഇതാണല്ലേ നിങ്ങളെ പരിപാടി. എന്റെ ചേട്ടൻ അങ്ങനെ, എന്റെ ചേട്ടൻ എപ്പോഴും അങ്ങനെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇത് റിസ്ക് പിടിച്ച കളിയാണ്, ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇത് ചാച്ചാ റെഡി? വേണ്ട വേണം വേണ്ട വേണം, എനിക്ക് താല്പര്യമില്ല. അതെന്ത്? കണ്ട സ്പീഡൊക്കെ കടത്തി എന്നെ അറഞ്ചം പുറഞ്ചം അടിക്കുമ്പോ നീ സുഖിച്ച്. ഇനി ഞാൻ കുറച്ച് സ്പീഡ് കടത്തി നിന്നെ അറഞ്ചം പുറഞ്ചം അടിച്ചു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇനി മാറണോ വേണ്ടയോ എന്നുള്ളത്. എന്റെ ചേട്ടൻ ഇങ്ങനെ എപ്പോഴും അല്ല അത് അങ്ങനെ മാഡം, അത് വീട്ടിൽ പോടി, വീട്ടിൽ പോടി. പോവൂല. പോടി വീട്ടില്. എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. പോടി. എനിക്ക് എന്നും ഇത് തന്നെ അവസാനം. നിങ്ങളാണ് എന്റെ ശക്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും നോബിച്ചേട്ടനാവണമെന്ന് തോന്നുന്നുണ്ടോ? എലീന പണിക്കരാവണമെന്ന് തോന്നുന്നുണ്ടോ? ആരും ആവണമെന്ന് തോന്നുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഒരാളെ ഒരു സ്ത്രീയാക്കി വിദേശത്തേക്ക് വിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടി അഖിലിന്. ഇപ്പൊ അവിടെ ജാനകി എന്ന പേരിൽ ദുബായിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ച് ഞാൻ ഇവിടെ കുട്ടി അഖിലാക്കി തിരിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ എന്റെ മെന്റലിസം ചെറുതായിട്ടൊന്ന് പാളിയെന്ന് തോന്നുന്നു. അപ്പൊ ഇനി വേറൊരു വേദിയിൽ വെച്ച് കാണുന്നവരെ നമുക്ക് ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, എന്നെ അടിക്കല്ലേ താഴെ, എന്നെ അടിക്കല്ലേ. ഓക്കെ. ഇന്ന് യാത്ര പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ആര് പറ, സാബു. ഓക്കെ, മെന്റൽ സാബു. ബൈ. കേട്ടോ, മെന്റലിസ്റ്റ് ശരിക്കും ഇവിടെ നടന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ചേച്ചി ഇത് 100-ൽ 100 എന്ന് പറഞ്ഞാൽ 300-ൽ 300 3 പേരും കട്ടയ്ക്ക് കളിക്കും. അടിപൊളിയായിരുന്നു. 3 പേരും അവരുടെ ക്യാരക്ടർ സൂപ്പർവൈസ് ചെയ്ത് ഭയങ്കര, നമുക്ക് തോന്നി നമ്മളൊരു ഷോ കോമ്പറ്റീഷൻ അല്ല തോന്നിയത്, സൂപ്പർവൈസ്. ശരിക്കും മാനറിസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ 1 2 3 കൗണ്ട് പറയുന്നതും ആ തലയിൽ പിടിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിവേസ് ഇത്രയും മെന്റലിസം ചെയ്ത് നമ്മുടെ ബാറ്റീനെ നമ്മളേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നോക്കണ്ടേ? അതെ, മെന്റൽ സാബു ഇപ്പൊ ഇങ്ങനെ ഒരു സാക്ഷ്യം വരുവേ രഞ്ജിത്ത്. നമുക്ക് നോക്കാം, ബാ ബാറ്ററി നോക്കാം, ബാ. അപ്പൊ ഇന്ന് നമുക്ക് ഡബിൾ ട്രീറ്റ് ആണ്, ഡബിൾ അല്ല ട്രിപ്പിൾ ട്രീറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ചേച്ചി ആ പൈസ വേഗം ഇടാണെങ്കിൽ കയ്യോടെ നമുക്ക് ഇവരെ ട്രീറ്റിന് കൊണ്ടുപോകാം. വേണോ? പിന്നെ And പൈസ ഇട്ട് തന്നോളൂ. ദാ കിട്ടി.